സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ആജ് താഴേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ഹാളിലിരിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് ഒരുവൾ ചാടിത്തുള്ളി വന്നിരുന്നു. എങ്ങോട്ട് പോയി എന്തോ. അജു പതിയെ സ്റ്റെപ്പ് ഇറങ്ങി ഹാളിലേക്ക് വന്നു. എല്ലാവരും കഴിക്കാനിരിക്കുന്നുണ്ട്. നന്ദുവും സേതുമ്മയും അല്ലാതെ എല്ലാവരും ഉണ്ട്. അജുവിന്റെ കണ്ണുകൾ അവനെ തന്നെ നോക്കി ചെയറിലിരിക്കുന്ന അവന്തികയിൽ വന്നു നിന്നു. അജുവിന്റെ നോട്ടം കണ്ടതും അവന്തികയുടെ കണ്ണുകൾ വിടർന്നു. അജുവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അടയാളങ്ങളൊന്നും അറിയുന്നില്ല. അത്രത്തോളം മുഖത്ത് മേക്കപ്പ് ഉണ്ട്. വല്ലാത്തൊരു കഴിവാണ്. അവളുടെ വശ്യമായ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് അജു ഒന്ന് ചിരിച്ചു. ഒരുമാതിരി കാമദേവൻ ചിരിക്കുന്നത് പോലെ. അത് കണ്ടതും അവന്തികയുടെ കണ്ണുകൾ വിടർന്നു. അജുവിന്റെ ഉള്ളിൽ അവളോടൊരു താല്പര്യമുണ്ടെന്ന് അവന്തികക്ക് തോന്നി. അജു അവന്തികയെ ഒരുമാതിരിപ്പെട്ട രീതിയിലൊന്ന് ഒഴിഞ്ഞു നോക്കി. അവന്തിക അവനെ ചിരിയോടെ നോക്കിയിരുന്നു. അജു അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റിക്കൊണ്ട് നേരെ നോക്കിയത് കാസറോട് കയ്യിൽ പിടിച്ച അടുക്കള വാതിൽക്കൽ നിന്നും അവനെ തന്നെ നോക്കി നിൽക്കുന്ന നന്ദുവിനെയാണ്. ഈശ്വര, ഈ നിമിഷം എന്നെ ഉടലോട് അങ്ങ് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഓടി വരുമായിരുന്നു. അജു പെട്ടെന്ന് നന്ദുവിന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി ചേരലിരുന്നു. നന്ദു അജുവിനെ തന്നെ നോക്കി. എന്തോ അവന്റെ മനസ്സിലുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ. അജു ചെയറിൽ വന്നിരുന്നു. അടുത്തുള്ള ചെയറിൽ അവൾ ഇരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇരുന്നത് ദത്തനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് സേതുമ്മയെ പിടിച്ചിരുത്തി. നന്ദു സേതുമ്മയുടെ അപ്പുറത്തിരുന്നു. നന്ദു ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് 3 ചപ്പാത്തിയും കറിയും പൊടിച്ച് അജുവിൻ്റെ ഭാഗത്തേക്ക് നീക്കി വെച്ചു. അവനോട് കഴിക്കാൻ പറഞ്ഞു. അനുസരണയുള്ള കുട്ടിയെ പോലെ അവൻ തലയാട്ടി. അവനെ തന്നെ നോക്കിയിരിക്കുന്ന അവന്തികയുടെ ചുണ്ടിലൊരു ചിരി വിടുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലുള്ള ഇഷ്ടം അവളുടെ ഉള്ളിൽ അലതല്ലി. അജു വേറെയൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ മുന്നിലുള്ള പാത്രത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് കഴിച്ചു തുടങ്ങി. ചപ്പാത്തി ചെറിയ കഷ്ണങ്ങളായി മുറിക്കുന്നതും കറിയിൽ ഒപ്പിയെടുക്കുന്നതും അവൻ്റെ പിങ്ക് നിറത്തിലുള്ള ചുണ്ടുകൾക്കിടയിലൂടെ വെക്കുന്നതുമൊക്കെ അവന്തിക കൊതിയോടെ നോക്കിയിരുന്നു. നന്ദുവിന് ഒരു കഷ്ണം പോലും വായിൽ നിന്നിറങ്ങാതെ മുന്നിലുള്ള പ്ലേറ്റിലേക്കും അവന്തികയിലേക്കും അവൾ മാറി മാറി നോക്കി. പ്രതികരിക്കാൻ ആരോ ഉള്ളിൽ നിന്ന് പറയും പോലെ. രാവണിക്ക് കുടിക്കാൻ കൊണ്ടുവച്ച ചൂടുവെള്ളത്തിലേക്ക് നന്ദുവിൻ്റെ കണ്ണുകൾ പോയി. അതെടുത്ത് അവന്തികയുടെ മുഖത്തേക്ക് ഒഴുക്കാൻ ഉള്ളിൽ നിന്ന് ആരോ പിന്നെയും പിന്നെയും പറയും പോലെ. അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കില്ലേ, എന്ത് മറുപടി പറയും? ഇവിടെ ഇരുന്ന് എൻ്റെ കൈ എങ്ങാനും അതുവരെ നീണ്ടു പോയെന്ന് തോന്നില്ലേ? അതിനുശേഷം നടക്കാൻ പോകുന്ന പലതും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. എന്ത് വന്നാലും വീട്ടിലെന്ന് കണക്കാക്കിക്കൊണ്ട് ഇടത്തെ കൈ ഉയർത്തി ആ കപ്പെടുക്കാൻ നീട്ടിയതും അജുവിൻ്റെ കൈകൾ ആ കപ്പ് അവിടുന്ന് മാറ്റി. അവൾ ഞെട്ടലോടെ അജുവിനെ നോക്കി. സേതുവും ദത്തനും കഴിഞ്ഞാണ് അജു ഇരിക്കുന്നത്. അതുകൊണ്ട് അവനെ കാണുന്നില്ല. അജു കപ്പ് രാവണിൻ്റെ അടുത്തേക്ക് നീക്കി വെച്ച് കൊടുത്തു. നന്ദുവിനെ നീക്കം മനസ്സിലായത് കൊണ്ടാണെന്ന് നന്ദുവിന് മനസ്സിലായി. അവൾ പല്ല് കടിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്കായി അവളുടെ മടിയിൽ തന്നെ വെച്ചു. നന്ദു രാവണിയെ നോക്കി. അജു ഗ്ലാസ് നീക്കി വെച്ച് കൊടുത്തിട്ടും ഒന്നും പറയുന്നത് കേട്ടില്ല. രാവണിയുടെ കണ്ണുകൾ നേരെ മുന്നിലിരിക്കുന്ന സേതുവിലും ദത്തലിലും മാത്രമാണ്. പരസ്പരം വെളുമ്പി കൊടുത്ത് ചിരിയോടെ എന്തൊക്കെയോ പറഞ്ഞു കഴിക്കുന്നവരിൽ അത് കണ്ടതും നന്ദുവിൻ്റെ കണ്ണുകൾ വിടർന്നു. വല്ലാത്തൊരു ചിരി അവളുടെ ചുണ്ടിൽ വിടർന്നു. അജുവാണ് ആദ്യം എഴുന്നേറ്റത്. അവൻ എണീറ്റത് നന്ദുവിൻ്റെ പ്ലേറ്റിലേക്ക് നോക്കി. ഒന്നും കഴിച്ചിട്ടില്ല. 3 എണ്ണം എടുത്തതിൽ 2 എണ്ണം അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ കൂർത്തു. പഴയ അജു അങ്ങനെയാണല്ലോ. അവനാവാൻ നോക്കിയതാണെന്ന് നന്ദുവിന് മനസ്സിലായി. അജു കഴിച്ചില്ലല്ലോ മോളെ, നീ കൊടുക്കേണ്ടി വരും. ദത്തൻ നന്ദുവിനെ നോക്കി പറയുമ്പോൾ രാവണി ദത്തനെ ദേഷ്യത്തിൽ നോക്കി. മോളെ വിളിച്ചത് പറ്റിയിട്ടില്ല. നന്ദു ഒരു ചിരിയോട് അജുവിൻ്റെ പാത്രത്തിലുള്ളത് അവളുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് ചേരിൽ നിന്ന് എഴുന്നേറ്റു. അജുവേട്ടാ, ജിത്തേട്ടൻ്റെ കൂടെ പുറത്തേക്ക് പോകണമെങ്കിലേ ഇത് മുഴുവൻ കഴിക്കണം അല്ലേ ജിത്തുവേട്ടാ? അതെ അതെ, കഴിക്കണം. ജിത്തു ചിരിയോടെ മറുപടി പറഞ്ഞു. അവൻ്റെ ഒപ്പം അജു പോകുന്നുണ്ടെന്ന് എല്ലാവരും അറിയണമല്ലോ. അല്ലെങ്കിൽ പിന്നെ പോകാൻ നേരം അത് വിശദീകരിക്കണം. നീ അവനെയും കൊണ്ട് എങ്ങോട്ടാ? സൂര്യനാരായണൻ ദത്തിൽ നിന്ന് കണ്ണുകൾ മാറ്റി ജിത്തുവിനെ നോക്കി ചോദിച്ചു. അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. വേറെ ഒന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ജിത്തു എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി. നന്ദു ജിത്തുവിൻ്റെ പിന്നാലെ പ്ലേറ്റ് കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു. സീറ്റൗട്ടിലെ മരത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്നവൻ്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്നു നിന്നത്. രാവിലെ കണ്ട ചെറുപ്പക്കാരൻ അതിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതും നന്ദു വേഗം മുഖം തിരിച്ചു. അവൻ നന്ദുവിനെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. നന്ദുവിനെ തന്നെ നോക്കി കാലിലെ ഷൂ അഴിക്കുന്ന ചെറുപ്പക്കാരനിലായിരുന്നു അവൻ്റെ കണ്ണുകൾ. പതിഞ്ഞുകൊണ്ടുള്ള നന്ദുവിൻ്റെ ശബ്ദം കേട്ടതും അജു നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി. കഴിക്ക്. വളരെ പതുക്കെ അജുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞു. അജു ഒന്നും മിണ്ടാതെ വാ തുറന്നതും കയ്യിലുള്ള ചപ്പാത്തി നന്ദുവിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. നന്ദുവിൽ നിന്ന് നോട്ടം മാറ്റി മുന്നിലേക്ക് നോക്കിയതും അജു കണ്ടു അവരെ രണ്ടുപേരെയും സംശയത്തിൽ നോക്കി നിൽക്കുന്ന ആ ചെറുപ്പക്കാരന്. അവൻ്റെ കണ്ണുകൾ അജുവിനെ തന്നെ നോക്കുമായിരുന്നു. കായ്ച്ചിനി അതൊരു കുഴപ്പമില്ല. കൈകൾ അനങ്ങുന്നുണ്ട്, കാലുകൾ അനങ്ങുന്നുണ്ട്. പിന്നെന്താ ഒറ്റയ്ക്ക് കടിച്ച? ആരായിരിക്കും ഇവന്? ഇവൻ്റെ ആരായിരിക്കും ഇവള്? അവൻ്റെ തല പുകഞ്ഞു. അബിയുടെ കണ്ണുകൾ അജുവിൽ നിന്നും മാറി നന്ദുവിലേക്ക് പോയി. അജുവിനെ കഴിപ്പിക്കുന്നതിൽ മാത്രമാണ് അവളുടെ ശ്രദ്ധ. വേറെയൊന്നും അവൾ ചിന്തിക്കുന്നില്ല. അബി പെട്ടെന്ന് എന്തോ കണ്ടതുപോലെ നന്ദുവിൻ്റെ നെഞ്ചിലേക്ക് നോക്കി. അവളുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് തൂങ്ങിക്കിടക്കുന്ന താലി അബിയുടെ കണ്ണുകൾ കുറുകി.
ചെരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമായി കാണുന്നില്ല. അതുകൊണ്ട് സിന്ദൂരം ഇട്ടിട്ടുണ്ടോയെന്ന് അറിയുന്നില്ല. അഭി നേരത്തെ അവളെ കണ്ട രംഗം മനസ്സിൽ ഓടിച്ചു വിട്ടു. ഉണ്ട്, സിന്ദൂരുണ്ടായിരുന്നു. പക്ഷെ ശ്രദ്ധിച്ചില്ല. അഭിയുടെ മുഖം വാടിയ മുഖത്തോടെ തന്നെ അവൻ നോക്കിയത് ഒരുമാതിരിപ്പെട്ട ഭാവത്തിൽ അവനെ തന്നെ നോക്കിയിരിക്കുന്ന അജുവിനെയാണ്. ഒന്നിലും ശ്രദ്ധിക്കാതെ നന്ദുവിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അത് അജു കണ്ടുവന്ന് അവന് മനസ്സിലായി. ആ, നീ വന്നോ? ഞാൻ നിനക്ക് വിളിക്കാനിരിക്കുവായിരുന്നു. വാ, കഴിക്കാം. ഞാനും കഴിച്ചില്ല, ഇപ്പൊ എണീറ്റ് വന്നേ ഉള്ളൂ. വാ. രാധികയുടെ ശബ്ദം കേട്ടതും അഭി അജുവിന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി. അവൻ കണ്ണുകൾ മാറ്റിയതും അജു നന്ദുവിനെ നോക്കി ഒന്ന് പേടിപ്പിച്ചു. അവൻ നോക്കിയാൽ പേടിച്ച് പിറക്കുന്നവളായതുകൊണ്ട് അവൾക്കൊരു കൂസലുണ്ടായിരുന്നില്ല. ഇതൊക്കെ ആരാമേ? അഭി നന്ദുവിനെയും അജുവിനെയും നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ രാധിക അങ്ങോട്ടേക്ക് നോക്കി. അപ്പോഴാണ് അവരൊരു രണ്ടുപേരെയും കാണുന്നത്. ഓ, അതാണ് ഇവിടുത്തെ വാട്ടുള്ള ചേക്കൻ അർജുൻ, അതവൻ്റെ ഭാര്യ. രാധിക രണ്ടുപേരും കേൾക്കാൻ വേണ്ടി ഇത്തിരി ഉറക്കെ തന്നെ പറഞ്ഞു. എന്തോ വട്ടെന്ന് പറഞ്ഞത് കേട്ടതും നന്ദു ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ചിരിച്ചു. അജിവളൊന്ന് ദേഷ്യത്തിൽ നോക്കി. അതോടെ കണ്ടതും നന്ദുവിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. നീ വാ, നമുക്ക് കഴിക്കാം. ഞാൻ കഴിച്ചതാ, എനിക്ക് വേണ്ട. നന്ദുവിനെയും അജുവിനെയും ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അഭി അകത്തേക്ക് നടന്നു. ആരും ചുറ്റുമില്ലെന്ന് നോക്കിയ ശേഷം രാധിക നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡീ, നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ദേഷ്യത്തിൽ തന്നെ അവരെ വിളിച്ചു. അജുവും നന്ദുവും ഒരുപോലെ അവരെ നോക്കി. നീ എൻ്റെ മകളെ തല്ലി അല്ലടി? ആ, തല്ലി. എന്തേ? അവളുടെ കൂസലില്ലാത്ത വാക്കുകൾ കേട്ടതും രാധികയുടെ മുഖം ഒന്നുകൂടെ ഇരുണ്ടു. ഇവിടെ കിടന്ന് കാറാനാണ് ഉദ്ദേശമെങ്കിൽ നാർന്ന് നിങ്ങളുടെ മകളും മാത്രമാണ്. അതുകൊണ്ട് ചിലകത് പോവാൻ നോക്ക്. നന്ദ കയ്യിലുള്ള ചപ്പാത്തി അജുവിൻ്റെ വായിലേക്ക് കൊടുത്തുകൊണ്ട് രാധികയെ നോക്കാതെ പറഞ്ഞു. രാധിക അവളൊന്ന് നോക്കി പല്ല് കടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. പിന്നെ എന്തിനാ ഞാൻ മകളെ തല്ലിയതെന്ന കാരണം നിങ്ങൾ ചോദിച്ചില്ലല്ലോ. നന്ദുവിൻ്റെ ചോദ്യം കേട്ടതും രാധിക അനങ്ങാതെ നിന്നു. ഇല്ല, അത് ചോദിച്ചില്ല. ഇവൾ തല്ലിയെന്ന് പറഞ്ഞു. എന്തിനെ ഏതിനൊന്നും അറിയില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി അവളോട് വന്ന് ചോദിക്കുകയും ചെയ്തു. രാധികയുടെ മൗനം കണ്ടപ്പോൾ തന്നെ നന്ദുവിനും മനസ്സിലായി രാധിക ഒന്നും ചോദിച്ചിട്ടില്ലെന്ന്. നന്ദു രാധികയെ നോക്കി ഒന്ന് പുച്ഛിച്ചു. മകൾക്ക് ഇത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഞരമ്പന്മാർക്ക് പിടിച്ച് കെട്ടിച്ചു കൊടുക്ക്. അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ കാണാൻ കൊള്ളാവുന്ന പയ്യന്മാരുടെയും ഭാര്യമാരും മകളെ തല്ലിയെന്നിരിക്കും. നന്ദു പറയാതെ പറഞ്ഞ ആ വാക്കുകളിലുണ്ടായിരുന്ന അവന്തിക ചെയ്ത പ്രവൃത്തി രാധിക പകച്ചുകൊണ്ട് നന്ദുവിനെ നോക്കി. ആ നോട്ടം നന്ദുവിനെ തന്നെ നോക്കിയിരിക്കുന്ന അജുവിൽ വന്നു നിന്നു. ചെക്കന് വിവരമില്ലാത്തത് കൊണ്ട് പ്രശ്നമല്ല, പക്ഷേ ആ വിവരം കൂടി അവൻ്റെ ഭാര്യയ്ക്ക് തികച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് പ്രശ്നം. രാധിക ഒന്നും മിണ്ടാതെ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ഒന്നും പറയാൻ കഴിയുന്നില്ല. അവൾ പറഞ്ഞതിൽ അർത്ഥം മനസ്സിലായി. പലവട്ടം പലരുടെ ഒപ്പം മകളെ കണ്ടിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യൽ പലതിനും ചെന്ന് അവസാനിച്ചിട്ടുണ്ട്. തിരുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനെ നോക്കിയിട്ടും നടന്നിട്ടില്ല. രാധിക അകത്തേക്ക് നടന്ന് ഹാളിലെത്തിയതും കണ്ടു പുറത്തേക്ക് വരുന്ന അവന്തികയെ. അവളെ കണ്ടതും രാധികയുടെ മുഖം മാറി. നീ ഇതെന്ത് ഭാവിച്ച? രാധികയുടെ നോട്ടത്തിലും ശബ്ദത്തിലും വല്ലാത്ത ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. അവന്തിക കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി. നീ ആ ചെക്കൻ്റെ നെഞ്ചത്തോട്ട് കയറിയല്ലേ? നിനക്ക് നാണല്ലേടി? പറയാൻ വന്നത് രാധിക പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. ഞാൻ നിന്നോട് മര്യാദക്കൊരു കാര്യം പറയാം. നീ കണ്ട ചെക്കന്മാരെ പോലെ ഒന്നുമല്ല ഈ വീട്ടിലുള്ളവർ. അവരോട് നോക്കിയും കണ്ടു പെരുമാറിയില്ലെങ്കിൽ ഈ കുടുംബത്തിൽ പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല. കെട്ടിയെടുത്ത് വന്നതൊക്കെ വെറുതെയാവും. രാധികയുടെ വാക്കുകളിൽ അവന്തിക മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തു പറയാൻ? പറഞ്ഞാൽ വഴക്കും ബഹളവുമായി അത് മുന്നേറും. അതിലും നല്ലത് മിണ്ടാതെ കേട്ട് നിൽക്കുന്നതാണ്. തിരികെ പറയാൻ ശ്രമിച്ചാൽ നാണം കെടുന്നത് അവൾ തന്നെയായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. അജുവിനെ നോക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് രാധികയുടെ ഈ വാക്കുകൾ. പിന്നെ പുറത്തേക്ക് പോകാതെ വേഗത്തിൽ അകത്തേക്ക് തന്നെ നടന്നു. ഇനി പ്രത്യക്ഷത്തിൽ ഒന്നും പാടില്ലെന്ന് അവൾ തീർച്ചപ്പെടുത്തി. നന്ദു അജുവിന് ചപ്പാത്തി മുഴുവനും വായിൽ തിരികെ കൊടുത്ത ശേഷം തിരിഞ്ഞു നടന്നു. അജു പെട്ടെന്ന് അവളെ കയ്യിൽ പിടിച്ചു. നന്ദു കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി. വായിൽ കുത്തി തിരികെ ചപ്പാത്തി കഷ്ടപ്പെട്ട് ഇറക്കുവാണവൻ. നന്ദ, ഒന്നും പറയണ്ട. പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വഴക്കിലെ അവസാനിക്കുകയുള്ളൂ. അവനെ പറയാൻ അനുവദിക്കാതെ നന്ദു തിരിഞ്ഞു നടന്നു. ചേരയിലിരുന്നു കൊണ്ട് തന്നെ അജു അവളെ നോക്കി. ആദ്യമായി കണ്ടപ്പോൾ ഒരിക്കലും കരുതിയില്ല ഇതിങ്ങനെ ആയിരിക്കുമെന്ന്. അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. ആ പന്തല് മൂക്ക് ഒലിപ്പിച്ച് കരഞ്ഞിരിക്കുമ്പോൾ ഞാൻ കരുതിയില്ല ഇതിങ്ങനെ ഒരു കടുവായിരിക്കുമെന്ന്. അകത്തേക്ക് പോകാതെ ഡോറിൻ്റെ ഭാഗത്ത് നിന്ന് തിരിഞ്ഞുകൊണ്ട് അജുവിനെ നോക്കിയാണ് പെണ്ണിൻ്റെ ഡയലോഗ് അടി. ഓഹോ, ഇതിന് മൈൻഡ് വോയിസ് വായിക്കാൻ കഴിവുണ്ടോ? അജുവിനെ നോട്ടം കണ്ടതും അജുവിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് നന്ദു അകത്തേക്ക് കയറി. അവൾ അകത്തേക്ക് പോയതും അജുവിൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു. അവൻ്റെ നന്ദയ്ക്ക് വേണ്ടി മാത്രമുള്ള പുഞ്ചിരി, പ്രണയത്തിൻ്റെ പുഞ്ചിരി. നന്ദു അകത്തേക്ക് നടന്നു. നേരെ അടുക്കളയിലേക്ക് നടന്നു. കയ്യിലുള്ള പാത്രം കഴുകി വെച്ച് തിരിഞ്ഞു നടന്നു. ജോലിക്ക് പോകാൻ റെഡിയാവണം.
അജുവും ജിത്തുവും പോകുമ്പോൾ അവരുടെ കൂടെ പോകാനാണ് പ്ലാന്. സാരി ഉടുക്കണം. നന്ദു വേഗത്തിൽ മുന്നോട്ട് നടന്നു. രാവണിയുടെ റൂമിന് മുന്നിലെത്തിയതും ആരോ അവളുടെ വാ പൊത്തി പിടിച്ചുകൊണ്ട് ആ റൂമിലേക്ക് കയറി. പ്രതീക്ഷിക്കാത്ത കാര്യമായതുകൊണ്ട് നന്ദു ഒന്ന് പകച്ചു. സ്പർശനത്തിൽ നിന്നും അതോ അജുവല്ലെന്ന് അവൾക്ക് മനസ്സിലായി. കയ്യും കാലും ശക്തിയിലിട്ട് കുടഞ്ഞു. പേടക്കാതടി. ചെവിക്കരികിൽ ഒരു മുരൾച്ച പോലുള്ള ശബ്ദം. നന്ദു കുതിരയിൽ നിർത്തി അനങ്ങാതെ നിന്നു. ആ ശബ്ദം കുറച്ചു മുമ്പ് രാധികയോട് സംസാരിച്ച ചെറുപ്പക്കാരൻ്റെതായിരുന്നു. അതെ, അവളുടെ മകൻ. നന്ദു പെട്ടെന്ന് ബോധം വന്നതുപോലെ അവളുടെ വലത്തെ കൈമുട്ട് മടക്കി അവൻ്റെ വയലിലൊന്ന് കുത്തി. പ്രതീക്ഷിക്കാത്ത നീക്കമായതുകൊണ്ട് അവനൊന്ന് പിന്നിലേക്ക് നീങ്ങി. ഒപ്പം നന്ദുവിൻ്റെ വാ പൊത്തിപ്പിടിച്ച് കൈ അയയുകയും ചെയ്തു. വയറിൽ കൈ വെച്ചുകൊണ്ട് അവൻ നന്ദുവിനെ നോക്കി. അവനെ മൊത്തത്തിൽ നോക്കി അടിമുടി ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയാണ്. ദേഷ്യം കൊണ്ട് ചുവന്ന് തുറന്ന മുഖത്തേക്ക് അവൻ കൊതിയോടെ നോക്കി. ജീവിതത്തിൽ ആദ്യമായാണ് അങ്ങനൊരു മുഖം അവൻ കാണുന്നത്. നിന്നെ പോലെയുള്ള ഒരുപാട് ഞരമ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവന്മാരെയൊക്കെ നിനക്ക് നിർത്തിയിട്ടുണ്ട്. ഇമാതിരി വൃത്തികെട്ട രീതിയിൽ എൻ്റെ നേരെ വന്നാലുണ്ടല്ലോ, കയ്യും കെട്ടി നിന്ന് തരാൻ ഞാൻ നിന്റെ പെങ്ങളല്ല. ചീറിക്കൊണ്ട് അവനോട് സംസാരിക്കുന്ന പെണ്ണിനെ അവൻ കൗതുകത്തോടെ നോക്കി. ജീവിതത്തിൽ ആദ്യമായാണ് ഒരു പെൺകുട്ടി അവനോട് ഇങ്ങനെ പെരുമാറുന്നത്. പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്ന് മാത്രം ഡീൽ ചെയ്തിട്ടുള്ള അവന് അതൊരു വലിയ കൗതുകവും ആശ്ചര്യവും ഒക്കെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ നന്ദുവും ഒന്ന് ഞെട്ടിയെന്നുള്ളത് സത്യമാണ്. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ ഒരു വായി നോക്കിയാണെന്ന് മനസ്സിലായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഉണ്ടെന്നുള്ളത് ശരിക്കും അവളെ ഒന്ന് ഞെട്ടിച്ചു. നന്ദു അത്രയൊക്കെ പറഞ്ഞിട്ടും അവനിലൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. നന്ദുവിനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തോ ആ നോട്ടം കണ്ടപ്പോൾ നന്ദുവിന് ഒന്നുകൂടെ ദേഷ്യം കൂടി. മാറി നിൽക്ക്, എനിക്ക് പുറത്തേക്ക് പോകണം. അവൻ്റെ നോട്ടത്തെ പാട അവഗണിച്ചുകൊണ്ട് നന്ദു മുന്നോട്ട് നടന്നു. അഭി പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. കുറച്ച് കഴിഞ്ഞ് പോവാടി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അഭി പറയുന്നത് കേൾക്കാതെ അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് നന്ദു വേഗത്തിൽ മുറിയിൽ നിന്നിറങ്ങി മുകളിലേക്ക് ഓടിക്കേറി. ഇനിയും പൊട്ടിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഉറക്കെ ശബ്ദമുയർത്തി ബഹളമാക്കാൻ അറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ ഇതുവരെ അജു തകർത്ത് അഭിനയിച്ച് കളിച്ചൊരു ബട്ടൻ്റെ വേഷം അതിന് യാതൊരു വിലയുമില്ലാതെ അടിച്ചു വെക്കേണ്ടി വരും. അത് പാടില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യണമെന്ന് അവൾ ഉറപ്പിച്ചു. ആദ്യം ഓടിക്കേറിയത് ബാത്റൂമിലേക്കാണ്. മുഖം നന്നായി കഴുകിയിറങ്ങി നല്ലൊരു സാരി എടുത്തിറങ്ങി. അപ്പോഴും മുഖം വീർത്തി തന്നെ ഇരുന്നു. നേരത്തെ താഴെ വെച്ച് നടന്ന പ്രവൃത്തിയിൽ അവളുടെ ദേഷ്യം ഒട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങിയാലോ? ജിത്തുവും അജുവും എന്തോ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് നിൽക്കുമ്പോഴാണ് നന്ദു അത് ചോദിച്ചത്. ജിത്തുവും അജുവും ഒരുപോലെ അവളെ തിരിഞ്ഞു നോക്കി. നിന്റെ കഴിഞ്ഞോ, എന്നിറങ്ങാം. അത് പറഞ്ഞുകൊണ്ട് ജിത്തു പോയി കാറെടുത്തു. നന്ദു പിന്നിൽ കയറി. മുന്നിൽ കയറുമെന്ന് കരുതിയ അജു നന്ദുവിൻ്റെ അടുത്ത് വന്നിരുന്നതും അവൾ അവനൊന്ന് തുറിച്ചു നോക്കി. എന്താണ് ജാക്കിജാൻ്റെ പെങ്ങളെ, കടന്നിൽ കുത്തിയോ? അവളുടെ വീർത്ത് കെട്ടിയ കവളിൽ അജു പതിയൊന്ന് കുത്തി. നന്ദു അവനിൽ നിന്നും മുഖം തിരിച്ചു. ജാക്കിജാൻ്റെ പെങ്ങളെന്ന് പറഞ്ഞത് പെണ്ണിന് പറ്റിയില്ല. അജു നന്ദുവിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങിയിരുന്ന ശേഷം അവളുടെ പിന്നിലൂടെ സീറ്റിൽ കൈവച്ചു. ഭാര്യയും ഭർത്താവും കൂടെ എന്നെ ഡ്രൈവറാക്കിയല്ലേ? വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ജിത്ത് ചിരിയോടെ പറഞ്ഞു. അജു അതിനൊന്ന് ചിരിച്ചു. ബാക്കിലിരിക്കണമെന്ന് കരുതിയതൊന്നുമല്ല. വീർപ്പിച്ചു വെച്ച മുഖം കണ്ടപ്പോൾ ഒന്നുകൂടെ വെറുതെ വീർപ്പിക്കണമെന്ന് തോന്നി. അത്രേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ മുന്നിലിരിക്കായിട്ടാ. നന്ദൊന്ന് മുന്നോട്ട് ആഞ്ഞുകൊണ്ട് പറഞ്ഞു. പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അജു അവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടിരുന്നു. അടങ്ങിയിരുന്നേ. നന്ദ അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി കടുപ്പിച്ച് പറഞ്ഞു. അഭിക്കായി കാത്തു വെച്ചതൊക്കെ അവനിൽ തീർക്കുമെന്നൊരു പേടിയും അവളിലുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അജു രണ്ട് കൈ കൊണ്ടും അവളെ മുറുകെ അവൻ്റെ നെഞ്ചിലേക്കിട്ട് പരിഞ്ഞു മുറുക്കി. രണ്ടും കൂടെ ഈ കാറൊരു മണിയറാക്കുവോ? മിണ്ടാതെ മുന്നിലേക്ക് നോക്കി വണ്ടി കൊടുക്കടാ പുല്ലേ. ജിത്തുവിന് നേരെ അജു അലറി. നന്ദു കണ്ണു ചുരുക്കി അവനൊന്ന് നോക്കി. കാര്യം പറഞ്ഞാൽ പോരെ, അലർന്നൊരു നോട്ടമായി നദിൽ. അജു ജിത്തുവിൻ്റെ മുന്നിൽ ചമ്മണ്ടിലൊന്ന് കരുതിയാണ് കാര്യപ്പെട്ടത്. നന്ദ പറയടാ, എന്ത് പറ്റി? ഞാൻ ആ പെണ്ണിനെ നോക്കിയത് കൊണ്ടാണോ ഇപ്പോഴിതിങ്ങനെ ഉരുട്ടിക്കയറ്റി വെച്ചിരിക്കുന്നത്? താൻ ആരെങ്കിലും നോക്ക്, എനിക്കെന്താ, മാറിയിരിക്കാം അങ്ങോട്ട്. നന്ദു പിടിച്ച് തള്ളിയതും അജു ഒന്നുകൂടെ അവളെ മുറുകെ പുണർന്നു. അതെ, വല്ലാതെ കിടന്ന് പൊളഞ്ഞ ഞാൻ പലതും ചെയ്യും, അത് വേണോ? പതുക്കെ അവളുടെ ചെവിയിൽ രഹസ്യമായി അത് ചോദിച്ചു. നന്ദു നോക്കിയത് ജിത്തുവിനെയാണ്. അജുവിൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാകും ജിത്തു അവരൊന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അവൻ്റെ നോട്ടം മുഴുവനും റോഡിലേക്കാണ്. ശ്രദ്ധ വണ്ടി ഓടിക്കുന്നതിൽ മാത്രം. മാറിയിരുന്നേ. നന്ദു മുഖം പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. അജു ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. നന്ദു വേഗത്തി ഇറങ്ങുന്നുണ്ടോ അതോ? കാർ നിർത്തിക്കൊണ്ട് ജിത്ത് കളിയായി പറയുമ്പോൾ നന്ദു അജുവിൻ്റെ കൈ കുടഞ്ഞു മാറ്റി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. നന്ദു ബാങ്കിൻ്റെ അകത്തേക്ക് പോകുന്നത് നോക്കിക്കൊണ്ട് ജിത്ത് കാറ് മുന്നോട്ടെടുത്തു. രണ്ടുപേരും പിന്നെ അവരുടെ വിഷയങ്ങളിൽ തിരക്കായി. ചെയ്തു തീർക്കാനുള്ള പല പല കാര്യങ്ങളും അവരുടെ വിഷയത്തിൽ കടന്നു വന്നു.